ഭഗവാൻ ശ്രീമുരുകന്റെ ആറുപടയ വീടുകളിൽ ഒന്നാണ് പളനിക്ഷേത്രം. നാരദ മഹർഷി നൽകിയ ധ്യാനപഴം ലഭിക്കാതെ പോയതിൽ ദുഃഖിതനായ ശിവപാർവതിമകനായ ബാലമുരുകൻ ദണ്ഡായുധപാണിയായി തപസ്സു ചെയ്ത സ്ഥലമാണ് പളനി എന്നാണ് ഐതിഹ്യം. അഹങ്കാരം വിട്ടു ജ്ഞാനം കൈവരിക്കുന്നതിന്റെ ദാർശനിക സന്ദേശമാണ് പളനിക്ഷേത്രം നൽകുന്നത്. തല ക്ഷൗരം ചെയ്ത് ചന്ദനം പുരട്ടുന്ന പ്രതീകാത്മകമായ ആചാരം ഉദ്ദേശിക്കുന്നതും അതുതന്നെ. ചരിത്രപരമായി സംഘകാല സാഹിത്യങ്ങളിൽ പൊതിനി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇവിടുത്തെ ക്ഷേത്രം ചേരവംശ രാജാവായിരുന്ന ചേരമാൻ പെരുമാളാണ് പുനരുദ്ധരിച്ചത്. പിന്നീട് പാണ്ഡ്യ, നായക് വംശ രാജാക്കന്മാരെല്ലാം പളനിക്ഷേത്ര പുരോഗതിയിൽ പങ്കുവഹിച്ചു. ഭോഗർ എന്ന സിദ്ധൻ നവപാഷാണം എന്ന ആശ്രിതക്കൂട്ടുകൾ കൊണ്ട് നിർമ്മിച്ച ഇവിടുത്തെ വിഗ്രഹവും പ്രസാദമായ പഞ്ചാമൃതവും അതിവിശിഷ്ടമാണ്. പശ്ചിമഘട്ട മലനിരകളിലെ പ്രകൃതി സൗന്ദര്യമാർന്ന ഒരു കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചരിത്രവും കഥയും കേട്ടും കേൾപ്പിച്ചുമുള്ള പളനിക്ഷേത്ര തീർത്ഥാടനത്തിന് വിരാസത്ത് സവാരി അവസരം ഒരുക്കുന്നു.